ഈ സിനിമ കണ്ട ഒരു സുഹൃത്ത്, കക്ഷി നല്ലൊരു നിരൂപകൻ കൂടിയാണ്. അപ്പോൾ അവനുമായിട്ടൊന്ന് ഈ സിനിമയെക്കുറിച്ചൊന്ന് സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു. കാരണം സിനിമ എപ്പോഴും കണ്ടു കഴിഞ്ഞാൽ ആരോടെങ്കിലുമൊക്കെ സംസാരിക്കണം, അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോഴാണ് അതിൻ്റെ ഒരു ഡീറ്റെയിലിങ്ങിലോട്ടും സിനിമ എപ്പോഴും സംസാരിക്കാൻ കൂടി ഉള്ളതാണ്. നമ്മൾ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ കൂട്ടുകാരപ്പോൾ ഒരു ചായ കുടിച്ചോ അല്ലാണ്ടോ ഒക്കെ സിനിമയെക്കുറിച്ച് സംസാരിച്ചും മറ്റൊക്കെയാണ് എപ്പോഴും, അതാണ് പതിവ്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ ഞാൻ ക്ഷണിക്കുകയാണ്, സുവിത്ത് എസ് നായർ. സുവിത്തെ, എങ്ങനെ ഉണ്ടായി ബ്രോമാൻസ് എക്സ്പീരിയൻസ്? നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഇവിടെ കണ്ടല്ലേ? എങ്ങനെ ഉണ്ടായി? എന്തോ ഞാൻ എൻജോയ് ചെയ്ത് അത്രയും എൻജോയ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടില്ല. എന്താ സംഭവം? എങ്ങനെ തോന്നി? പടം എങ്ങനെയുണ്ട് ബ്രോമാൻസ്? ഒരു ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, വൈ? ഇതൊരു കോമഡി സിനിമയാണ്. ഇപ്പോൾ കോമഡി ഫിലിം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ചിരിക്കണ കണ്ടു, പക്ഷെ എനിക്ക് ഒരു ചിരി വന്നില്ല. അതെന്താ, നിന്റെ ഉള്ളിൽ ഒരു നർമ്മം ഇല്ലാത്തതുകൊണ്ടാണോ? എനിക്കറിയില്ല. പല കോമഡിയും ഞാൻ മുന്നേ എവിടെയോ കണ്ടൊരു ഫീല് എനിക്കുണ്ടായിരുന്നു. ഓക്കെ, അതെൻ്റെ ഒരു ഫ്രണ്ടും പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, അത് എന്ന് വെച്ചാൽ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ മലയാളത്തിൽ പൊതുവെ വിഷ്വൽ കോമഡി ഇതാവാറില്ല, എന്താ പറയുക, ഇമ്പാക്റ്റ് ഉണ്ടാക്കാറില്ല. ഡയലോഗ്സിലുള്ള കോമഡിയാണ് മലയാളത്തിൽ എല്ലാവരും ചിരിക്കാറുള്ളൂ, കൈയടിക്കാറുള്ളൂ. അപ്പോൾ ആ ഡയലോഗ് പറയുമ്പോൾ ആ കോമഡി എനിക്ക് ചിരി വരുന്നില്ല, പക്ഷെ ചിരിച്ചവർ ഇഷ്ടം പോലെ ആൾക്കാർ. തീർച്ചയായിട്ടും ഞാനടക്കം ചിരിച്ചു അല്ലേ? നിനക്കെന്താ ചിരി വരാഞ്ഞത്? അത് ആ ഡയലോഗ് സാധാരണ അങ്ങനെ കോമഡി പടങ്ങൾ കണ്ടാൽ ചിരിക്കാറില്ലേ? ഞാൻ നന്നായിട്ട് തന്നെ ചിരിക്കും. അതെ, നമ്മളിവിടെ പറയുന്ന കോമഡികൾക്കാണെങ്കിലും ചിരിച്ചു തരാറുണ്ട് നല്ലോണം. വേറെ ആരും ചിരിക്കാത്തതിന് നീ ചിരിക്കാറുണ്ട് അല്ലേ?